എൻ്റെ പേര് പാസ്റ്റർ ജോസഫ് ജോർജ്. 44 വർഷം കഴിഞ്ഞു ഇന്ത്യൻ പെന്തക്കോസ്ത് ചർച്ച കൂടിൻ്റെ ശുശ്രൂഷകനായി ഞാൻ തൃശ്ശൂരിൽ താമസിച്ച് പ്രവർത്തിപ്പാൻ തക്കവണ്ണം ദൈവം എനിക്ക് കൃപ നൽകി. എൻ്റെ ഹൃദയത്തിൽ ചില നാളുകളായി കർത്താവിൻ്റെ വരവിനെപ്പറ്റി ക്ലാസ്സുകൾ എടുക്കണമെന്നൊരാഗ്രഹം കടന്നു വന്ന് ഇന്ന് 37ാമത്തെ ക്ലാസ്സിലേക്ക് കടന്നു വരുവാൻ ദൈവം ഇത്രത്തോളം സഹായിച്ചു. നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥന ഇന്നയോളം കൂടെ ഉണ്ടായിരുന്നു. തുടരുവാൻ ദൈവമായി കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളെ കർത്താവിൻ്റെ മടങ്ങി വരവിൽ നടക്കേണ്ട 5 പ്രധാനമായ വിഷയങ്ങൾ നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 എതിരേൽപ്പ്, 2 ന്യായവിധി, 3 പ്രതിഫലം, 4 രാജാവ്. ഇന്ന് 5ാമത്തെ ഭാഗത്തേക്ക് നാം വരികയാണ്. കുഞ്ഞാടിൻ്റെ കല്യാണം. വെളിപ്പാട് പുസ്തകം 19ാം അധ്യായം അതിൻ്റെ 7ാമത്തെ വാക്യം നാം വായിക്കുമ്പോഴേ, നാം ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ. ഇതാരാണ് കുഞ്ഞാട്? യോഹന്നാൻ സ്നാപകൻ യേശു സ്നാനമേറ്റതിൻ്റെ പിറ്റേ ദിവസം തൻ്റെ അടുക്കലൂടെ കടന്നുപോയപ്പോൾ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്നു, യോഹന്നാൻ 1:29, താൻ പറയുന്നൊരു വാക്ക് ഇപ്രകാരമാണ്: ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യേശുവിനെ 2ാം ദിവസം കണ്ടു. 2ാം ദിവസം കണ്ടപ്പോൾ തൻ്റെ പ്രസംഗം ഇപ്രകാരമാണ്. അതിന് പിറ്റേന്നാൾ യേശു കടന്നു പോകുന്നത് കണ്ടപ്പോൾ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് 105 പേരുകളുണ്ട്. അതെല്ലാം വർണ്ണിക്കുവാൻ സാധ്യമല്ല. എന്നാൽ അതിൽ 10 പേര് പറയാൻ താല്പര്യപ്പെടുന്നു. 1, അവൻ അത്ഭുത മന്ത്രിയാണ്. യെശയ്യാവ് 9:6, അത്യുന്നതന്റെ പുത്രൻ. ലൂക്കോസ് 1:32. 3ാമത്തേത് അൽഫയും ഒമേഗയും. വെളിപ്പാട് 1:8. 4ാമത്തേത് ഇടയ ശ്രേഷ്ഠൻ. 1 പത്രോസ് 5:4. 5ാമത്തേത് ഇമ്മാനുവേൽ. 7ാം അധ്യായം 14ാമത്തെ വാക്യം യെശയ്യാവ്. 6ാമത്തേത് ഉദയനക്ഷത്രം. വെളിപ്പാട് 22:16. 7ാമത്തേത് ഏകജാതനായ പുത്രൻ. 8 ജീവന്റെ അപ്പം. യോഹന്നാൻ 8:58. 9 ദാവീദിന്റെ പുത്രൻ. മത്തായി 1:1. 10 നല്ല ഇടയൻ. യോഹന്നാൻ 10:11. അതിലേറ്റവും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് കുഞ്ഞാടാണ്. എന്നാൽ വേണമെങ്കിൽ യഹൂദാ ഗോത്രത്തിന്റെ സിംഹമായവന്റെ കല്യാണം എന്ന് പറയാമായിരുന്നല്ലോ. എന്നാൽ അവൻ യഹൂദാ ഗോത്രത്തിന്റെ സിംഹമായിട്ടല്ല ഭൂമിയിൽ വെളിപ്പെട്ടത്. അവൻ കുഞ്ഞാടായിട്ടാണ് ലോകത്തിൽ അവൻ വെളിപ്പെട്ടത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നിരിക്കുന്നുവല്ലോ. കുഞ്ഞാടിൻ്റെ കാന്തയാകാൻ അല്ലെങ്കിൽ മണവാട്ടിയാകാനുള്ള യോഗ്യത പറയുന്നുണ്ട്. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു.
കൃപയാലാണ് ലഭിച്ചിരിക്കുന്നത്. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. നമ്മുടെ വസ്ത്രത്തിന്റെ വെണ്മ നീതി പ്രവർത്തികൾ തന്നെ. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ എത്ര സമ്പന്നനായിരുന്നാലും കോടീശ്വരന്മാരായിരുന്നാലും അമ്പരച്ചുംബികളെ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നാലും നിനക്ക് വഹിക്കാൻ കഴിയാത്ത ധനമുണ്ടെന്ന് പറഞ്ഞാലും മനുഷ്യന്റെ ആയുസ് ഒന്നുമില്ല. മനുഷ്യന്റെ ആയുസ് ഏറെയായാൽ 70 അല്ലെങ്കിൽ 80. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരും, പറന്നുപോകും. നാം ഈ ആയുസിൽ നമ്മുടെ കർത്താവിനെ കണ്ടുമുട്ടിയാൽ അതുപോലെ ഭാഗ്യ പദവി വേറെയില്ല. ഈ ആയുസിൽ നസ്രനെ കണ്ടുമുട്ടുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പദവിയാണ്. കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. നിങ്ങൾക്കിതുവരെയും ആ ഭാഗ്യ പദവിയിൽ വന്നില്ല എങ്കിൽ വരുവാനുള്ള ഒരു അവസരം കൂടെ ഞാൻ ഈ സമയത്ത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുന്നു. പ്രിയരെ, നമ്മുടെ കർത്താവിൻ്റെ വരവേറ്റു അടുത്തിരിക്കിയാൽ നമുക്ക് ഒരുങ്ങുവാൻ, നമ്മെ തന്നെ ഒരുക്കുവാൻ, പാപത്തിൻ്റെതായ ലോകത്തിൻ്റെ എമ്മങ്ങളിൽ ഓടുന്നവരെ യേശുവിനെ അറിയുവാൻ നല്ലൊരു അവസരമാണ്. യേശുവിനെ അറിഞ്ഞവരെ ആരും ഓർത്തുകൊള്ളുക, നാം വളരെ സൂക്ഷിക്കണം, നാം വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, നമ്മുടെ ജീവിതത്തിൽ ഉണർന്നുകൊണ്ടിരിക്കണം. നമ്മുടെ അരുമനാഥൻ വരാറായി. ഭാരതം ഒരു വലിയ ഉണർവിന് വേണ്ടി ആകാൻ പോവുകയാണ്. വലിയ ഉണർവ്. നിങ്ങളും ആ പ്രാർത്ഥനയിൽ പങ്കുചേരുക. കർത്താവ് വരാറായി. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും വിളിച്ചു പറയുന്നു. അവൻ വാതുക്കലായിരിക്കുന്നു. ഒരുങ്ങുക. ഈ വചനങ്ങളാ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.